ഏവർക്കും സുപ്രഭാതം. സ്വന്തം മകനെ പഠിപ്പിക്കുവാനായിട്ട് കഠിനാധ്വാനം ചെയ്ത ഒരു മാതാവും പിതാവുമുണ്ട്. രാവിലെ 2 മണിക്ക് എഴുന്നേറ്റ് 6 മണി വരെ ടാപ്പിംഗ് ചെയ്ത് 6 മണിക്ക് ശേഷം ഭവനത്തിൽ വന്ന് മകന് വേണ്ടുന്നതെല്ലാം ക്രമീകരിച്ച് അവനെ സ്കൂളിൽ വിട്ട് 12ാം ക്ലാസ് വരെ പഠിപ്പിച്ചു. അതിനുശേഷം ഉപരിപഠനത്തിനായിട്ട് പറഞ്ഞയക്കുമ്പോൾ മാതാപിതാക്കൾ ഏറെ ആശങ്കയുള്ളവരായിരുന്നു. അവൻ തെറ്റായ കൂട്ടുകെട്ടിൽ ചെന്ന് പെടുമോ എന്നുള്ളതായിരുന്നു അവരുടെ വേദന. എന്നാൽ ആ കുട്ടിയെ കോളേജിലേക്ക് പറഞ്ഞയക്കുമ്പോൾ പിതാവ് ചെയ്ത ഒരു കാര്യമുണ്ട്. ഒരു ചെറിയ ബോക്സിന്റെ അകത്ത് ഒരു ലെറ്ററിൽ ഇങ്ങനെ എഴുതി വെച്ചു: മകനെ, തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കരുത്. തെറ്റായ പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന് തോന്നുമ്പോൾ പപ്പയും അമ്മയും ഓർക്കണം. കുട്ടി അറിയാതെ ആ ബാഗിന്റെ ഉള്ളിൽ വെച്ചിരുന്ന ബോക്സ് ചിലയേറെ നാളുകൾ കഴിഞ്ഞപ്പോൾ കുട്ടി കണ്ടെടുത്തു. ആ കുട്ടി തുറന്നു നോക്കിയപ്പോൾ കാണുവാൻ കഴിഞ്ഞത് അപ്പൻ എഴുതിയിരിക്കുന്ന വാക്കുകളാണ്. ഇത് കാണുമ്പോൾ ആ കുട്ടി എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. താൻ ഏതെങ്കിലും തെറ്റായ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, ഇല്ല, ഞാൻ ചെയ്യില്ല, എൻ്റെ പപ്പയും അമ്മയും എന്നെ വളരെ ആഗ്രഹത്തോടെയാണ് ഇവിടെ പറഞ്ഞയച്ചത് എന്ന ചിന്തയിൽ തെറ്റായ വഴികളിൽ നിന്നും അവൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വഴിത്താരകളിൽ പാപം നിറഞ്ഞിരിക്കുന്ന വഴികളാണ്. ആ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ പാപം ചെയ്യാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ആ വചനത്താൽ നമുക്ക് നിയന്ത്രിക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നാൽ പാപ വഴികളെ ഉപേക്ഷിക്കുവാൻ കഴിയും. ഇന്ന് പകലിൽ പാപ വഴികളിൽ സഞ്ചരിക്കാതെ മുന്നേറുവാൻ സർവശക്തൻ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.